ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും പച്ചക്കറി ചെടികൾക്കായാലും നല്ല രീതിയിൽ തന്നെ വളം കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനിവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ചെടികൾക്കുള്ള വളങ്ങൾ തയ്യാറാക്കി കൂടുതലും കൊടുക്കാറ്. അപ്പോൾ അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല രീതിയിൽ പച്ചമുളക് ചെടിയിലൊക്കെ മുളകുണ്ടാകുവാൻ, തക്കാളി, വഴുതന ഇതൊക്കെ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ജൈവ വളക്കൂട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ വളം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, പഴത്തൊലി, മുട്ടത്തോട്, സവാളത്തൊലി എന്നിവ ഉണക്കി പൊടിച്ച് ചേർക്കുന്നത് ചെടികൾക്ക് മികച്ച രീതിയിലുള്ള ഒരു ജൈവവളമാണ്. ഇവ ഓരോന്നും ചെടികൾക്ക് എങ്ങനെയൊക്കെ ഗുണം ചെയ്യുമെന്നും ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഴത്തൊലിയാണ്. ഇതിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചെടികൾ പൂക്കാനും കായ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്നു. പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഇത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് റോസാ ചെടികൾക്ക്. രണ്ടാമതായി വേണ്ടത് മുട്ടത്തോടാണ്. മുട്ടത്തോട് കാൽസ്യത്തിൻ്റെ കലവറയാണിത്. ചെടികളുടെ കോശങ്ങൾ കരുത്തുള്ളതാക്കാനും കായ്കൾ ചീഞ്ഞു പോകുന്നത് തടയാനും ഇത് സഹായിക്കും. അതുപോലെ മണ്ണിലെ അമ്ലത കുറക്കാനും ഇത് നല്ലതാണ്. അടുത്തത് സവാളയുടെ തൊലി. പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചെടികൾക്ക് പ്രതിരോധ ശേഷി നൽകാനും വളർച്ച വേഗത്തിലാക്കാനും സവാളത്തൊലി സഹായിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നാണ് ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത്. സവാളയുടെ തൊലി, അതുപോലെ പഴത്തിൻ്റെ തൊലി, മുട്ടത്തോടൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെക്കുക. ഈർപ്പം പൂർണ്ണമായും മാറണം. അപ്പം ഞാനിതാ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഇത് നല്ലപോലെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് 3 ഇതിലുണ്ട് കേട്ടോ. മുട്ടത്തോടൊക്കെ ഞാൻ പൊടിച്ചിട്ടുകയാണ് ഇതിൽ. സവാളയുടെ തൊലിയും ഒക്കെ ഇതിലുണ്ട്. അപ്പോൾ നല്ല പോലെ വെയിലത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഉണക്കിയെടുത്ത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇത് കണ്ടോ, പഴത്തിൻ്റെ തൊലിയൊക്കെ നല്ല പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ തോടും ഉള്ളിത്തൊലിയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ പഴത്തിൻ്റെ തൊലി ചെടികൾക്ക്, പ്രത്യേകിച്ച് പൂവിടുന്ന ചെടികൾക്ക്, അതായത് റോസിനൊക്കെ നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു ജൈവ വളമാണ്. ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ്. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് വേഗത്തിൽ പൂക്കളുണ്ടാകാനും ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ പഴത്തിൻ്റെ തൊലിയും മുട്ടത്തോടും സവാളയുടെ തൊലിയും മിക്സിയുടെ ജാറിൽ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലൊരു ടിന്നിലൊക്കെ ഇട്ടത് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലോട്ട് 1-2 സ്പൂണോ ആഴ്ചയിൽ ഒരു വട്ടമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഉണക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഏതൊരു വളം കൊടുക്കുകയാണെങ്കിലും ചെറുതായി മണ്ണ് ഇളക്കി കൊടുക്കുക. ചെടിയുടെ വേരൊന്നും പൊട്ടിപ്പോകാതെ വേണം നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് 1-2 സ്പൂൺ വെച്ച് ഇതിൻ്റെ ചുറ്റിലും ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുളക് ചെടിയിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ചെടികൾക്ക് നല്ല കരുത്തും വിളവും നൽകാൻ സഹായിക്കുന്ന നല്ലൊരു സൂപ്പർ വളമാണിട്ടത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ട. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിച്ച് എടുത്ത് വെച്ചാൽ നമ്മുടെ ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒക്കെ ഇതുപോലെ 1-2 സ്പൂണൊക്കെ ഒരാഴ്ചയിൽ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇനി നമ്മളിത് ലിക്വിഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് 2-3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം ആ സ്ലറി എടുത്ത് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അങ്ങനെയും ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ പൂക്കളും കായ്കളൊക്കെ ഇത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്നും വേസ്റ്റാക്കി കളയണ്ട. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അടിപൊളി വളങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റേതൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക.
അതുപോലെ നമുക്ക് ഈ വേസ്റ്റ് നേരിട്ട് ചെടികൾക്ക് ഉണക്കാതെയും ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മണ്ണൊക്കെ ചെറുതായി ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് മൂടണം. എന്നാൽ അത് അവിടെ കിടന്ന് അലിഞ്ഞ് നല്ലൊരു കമ്പോസ്റ്റായി മാറുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്താൽ അത് അതിൽ കിടന്ന് നല്ലൊരു സൂപ്പർ വളമായി മാറും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ സാധനങ്ങൾ വെച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒന്നും വേസ്റ്റാക്കി കളയണ്ട. അതുപോലെ ചെടികൾ നടുന്ന സമയത്ത് പോട്ടിംഗ് മിശ്രിതമൊക്കെ തയ്യാറാക്കുമ്പോൾ അതിലോട്ട് ഈ പൊടി ചേർത്ത് കൊടുത്ത് അതിലോട്ട് നട്ട് കൊടുക്കുക. മണ്ണിൻ്റെ ഫലഭൂഷ്ഠത കൂട്ടാൻ സഹായിക്കും. വളരെ ലാഭകരമായ ഒരു മാർഗമാണിത്. ഇതിനോടൊപ്പം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം കൂടി ഇടയ്ക്കൊക്കെ നൽകുന്ന ചെടികളുടെ വളർച്ച ഇരട്ടിയാക്കാൻ സഹായിക്കും. ഈ ഒരു മുളക് ചെടി കണ്ടോ, ഒരുപാട് വിളവെടുത്ത് കഴിഞ്ഞതായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ പ്രൂൺ ചെയ്തു. ഇപ്പോൾ കണ്ടോ പുതിയ പുതിയ തളിർപ്പുകളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ വളപ്രയോഗവും അതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിക്വിഡായിട്ട് കൊടുക്കുന്ന രീതി ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് പഴത്തിൻ്റെ തൊലി ചെറുതായി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഈ തൊലി നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്കിത് എല്ലാത്തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ചെടികളിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചമുളകിന്, തക്കാളിക്ക്, പയറിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ. റോസാ ചെടികൾക്കൊക്കെ ഞാൻ കൂടുതലും ഇത് പച്ചമുളക് ചെടികൾക്കാണ് ഒഴിച്ച് കൊടുത്തിരുന്നത്. നല്ല റിസൾട്ടാണ് ഈ പച്ചക്കറി വേസ്റ്റ് പച്ചമുളകിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ അപ്പോൾ അതൊന്നും വെറുതെ പുറത്തേക്ക് ഒഴിവാക്കാറില്ല. ഒന്നുകിൽ ഇതുപോലെ ലിക്വിഡാക്കി കൊടുക്കും, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ആക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ച് എല്ലാത്തരം ചെടികൾക്കും കൊടുക്കാറുണ്ട്. നമ്മൾ റോസാ ചെടിയിലൊക്കെ നിറയെ പൂക്കളുണ്ടാകാൻ ഒത്തിരി നല്ലതാണിത്. അതുപോലെ നമ്മുടെ തേയിലച്ചണ്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മധുരമൊക്കെ കളഞ്ഞ് ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചാൽ റോസാ ചെടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.